ഹലോ മൈ ഡിയർ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിതാ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള മാംഗോ ജാം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്നുള്ള ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങയുടെ സീസണിൽ ഒരുപാട് മാങ്ങ ഉള്ളപ്പോൾ നമുക്ക് ജാമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്ത നാച്ചുറലായിട്ടുള്ള നല്ല മാങ്ങ നമ്മുടെ മാങ്ങയും കൊണ്ട് ഉള്ള ജാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അയച്ചു കൊടുത്തേക്കുക. എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി യാതൊരു വിഷാംശമില്ലാത്ത നല്ല പ്യൂരിഫൈ ആയിട്ടുള്ള നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ നല്ല പഴുത്ത മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ തോലൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കി പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെറിയ പീസുകളാക്കിയ മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് വരണം. അതിൻ്റെ പൾപ്പ് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാവേ. ഇതുപോലെ നല്ല വെള്ളമൊന്നും ചേർക്കാതെ ആ മാങ്ങ നന്നായിട്ട് നമ്മളൊന്ന് അടിച്ച് നല്ല പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വരാൻ പോവുകയാണേ. കണ്ടോ, ഇതുപോലെ വെള്ളം ഒഴിക്കാതെ തന്നെ ഇതുപോലെ അരഞ്ഞ് വരുമ്പോൾ നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കോളും. നന്നായിട്ട് നല്ല പോലെ അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഈ മാങ്ങയുടെ പൾപ്പെല്ലാം നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അടുത്തത് നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഒരു പഞ്ചസാര പാനി. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് 1 ഗ്ലാസ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ നല്ല മധുരമുള്ള മാങ്ങ ആയതുകൊണ്ട് നമ്മൾക്ക് 1 ഗ്ലാസ് പഞ്ചസാര തന്നെ ആവശ്യത്തിനുള്ള മധുരം ജാമിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ പഞ്ചസാരയും വെള്ളവും കൂടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല വലിയ പീസ് പട്ടയാണ്. ആ പട്ട നമ്മളൊരു 3-4 പീസുകളായിട്ട് ഒന്ന് ഒടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ഈ പട്ടയുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം നമ്മുടെ ഈ പഞ്ചസാര പാനിയിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അപ്പോൾ ആ സമയം കൊണ്ട് പഞ്ചസാര പാനി ഒന്ന് തിളച്ച് വറ്റി ഒന്ന് കുറുകി വരികയും ചെയ്യും. ഒരു നൂൽ പരുവത്തിന് തൊട്ടുമുമ്പുള്ള ഒരു വഴുവഴുപ്പിൻ്റെ ആ ഒരു സമയമുണ്ടല്ലോ, അതുവരേക്കും നമ്മൾ ഈ പഞ്ചസാര വെള്ളവുമായിട്ട് ഒഴിച്ചത് ഈ പട്ടയും കൂടെ ഇട്ടിട്ട്, കറുവപ്പട്ടയാണ് കേട്ടോ, പട്ടയും കൂടെ ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് ആ ഒരു പാനി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പുണ്ടല്ലോ, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ പൾപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കണം. തിളച്ചുകൊണ്ടിരിക്കേണ്ട, തീ ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൾപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. പൾപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ പഞ്ചസാര പാനിയും ഈ മാങ്ങയുടെ പൾപ്പും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ സ്റ്റൗ ഓണാക്കി സ്റ്റൗ കത്തിക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനൊക്കെ സാധ്യതയില്ല. വേറെ ഏതെങ്കിലും അലുമിനിയത്തിൻ്റെയോ ഇരുമ്പിൻ്റെയോ ഒക്കെ ചീനിച്ചട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും ഞാൻ നന്നായിട്ട് ഇളക്കി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുവിധം ഒന്ന് കുറുകി വരുന്ന സമയം നമ്മൾ ഒരു ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്. ഇതൊരു പ്രിസർവേറ്റീവിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കേടാവാതിരിക്കാനും പിന്നെ ഒരു ചെറിയ പുളിപ്പ് കിട്ടാനും നല്ല ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു നാരങ്ങയുടെ നീരും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് ആ നാരങ്ങ നീരൊന്ന് മിക്സ് ആകുന്നവരേക്കും നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു വെള്ളം കൂടി പറ്റി വരണം. അതുവരേക്കും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നന്നായിട്ട് കുറുകി നമ്മളിങ്ങനെ കോരി തവിയിലെടുക്കുമ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിട്ട് വരുന്ന പരുവത്തിലിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഈ നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ഈ ചീനിച്ചട്ടിയിൽ നമ്മളിങ്ങനെയൊന്ന് തവി കൊണ്ട് നമ്മൾ ഇളക്കുന്ന സ്പൂൺ കൊണ്ട് ഇങ്ങനെയൊന്ന് വടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വിടവ് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ പകുത്ത് വരുന്നത് പോലെയുള്ള ഒരു പാകമാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തവിയിൽ കോരി ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ടി ഇങ്ങനെ താഴേക്ക് വീഴുന്നത് ഇതൊരു പരുവമായിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവാണ് കണ്ടോ, ചട്ടി തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഈ സമയം കഴിയുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ ഇത് കണ്ടോ ഒന്നുകൂടെ നല്ല കുറുവി നല്ല കറക്റ്റായിട്ട് ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് ഇട്ടിരിക്കുന്ന ആ പട്ടയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം
നല്ലതായിട്ട് ചൂടാറിക്കഴിഞ്ഞ് നമ്മൾ നല്ല ഒരു ഗ്ലാസ് ജാറിലേക്ക് നല്ല കഴുകി ഉണക്കി വെള്ളമയോ ഒന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ചൂടോടുകൂടി നമ്മൾ കോരി വയ്ക്കരുത്, പെട്ടെന്ന് അഴുക്കായി പോകും. എന്നിട്ട് നമ്മളിത് ഗ്ലാസ് ജാറുകളിലേക്കാക്കി നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. വളരെ കാലം ഒരു കേടും കൂടാതെ നല്ല ഒരു മാംഗോ ഇതിൽ നിങ്ങൾ കണ്ടല്ലോ, നമുക്കൊന്നും തന്നെ നമ്മൾ പ്രിസർവേറ്റീവായിട്ട് ആകെ ചേർത്തിരിക്കുന്നത് നമ്മൾ ചെറുനാരങ്ങാ നീര് മാത്രമാണ്. വേറെ ഒരു കെമിക്കലോ മറ്റൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അങ്ങനെ നാച്ചുറലായിട്ടുള്ള നല്ല മാംഗോ ജാം നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ബ്രെഡൊക്കെ നമ്മളെപ്പോഴും ജാം വെച്ചൊക്കെയാണല്ലോ കുട്ടികൾ കഴിയുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ സീസണിൽ മാംഗോ സീസണിലൊക്കെ ജാം ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജാമൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.